ബാക്ക് എവരി വൺ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലോവർ ബോഡി വർക്കൗട്ടാണ്. ലോവർ ബോഡി പ്ലസ് ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം നമ്മുടെ വയറ് കുറയാനും ലോവർ ബോഡി ഷേപ്പ് ആവാനുമായിട്ടുള്ള വർക്കൗട്ടാണിത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ചെയ്യുക, ഫോളോ അലോങ് ആണ്. ഞങ്ങളുടെ കൂടെ തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഔട്ട്ഡോർ സെഷനും കൂടിയാണ് പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്തേക്കണം. ആക്ച്വലി കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടറിയാലോ, സാധാരണ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലോസ്ഡ് ഉള്ള സ്ഥലത്താണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഔട്ട്ഡോറാണ് ചെയ്തേക്കണേ. സത്യം പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് നല്ല എയറും ഫ്രഷ്നെസ്സും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലാഗൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കയറാം. ജമ്പിങ് ജാക്സാണ് ഫസ്റ്റത്തെ വർക്കൗട്ടായിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ അധികം ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ ജമ്പ് ഭയങ്കര ഹൈറ്റ് കൂട്ടി ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ഒരു വേദന പോലെ തോന്നും നമുക്ക്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ് തന്നെ സ്ക്വാട്ട്സ് ആണ്. നമുക്കറിയാം സ്ക്വാട്ട്സ് നമ്മൾ ലോവർ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ടാണെന്ന് നമുക്കറിയാം. സ്ക്വാട്ട്സ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ടും മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ്. നമ്മളിത് നമ്മുടെ തൊടയുടെ പിൻഭാഗം ഫ്ലോറിനോട് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ അത്ര മതി നമുക്ക്. അതല്ല, നമുക്ക് അതിനേക്കാളും കൂടുതൽ താഴത്തോട്ട് പോകാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ മൊബിലിറ്റിയും അനുസരിച്ചാണ് താഴത്തോട്ടൊക്കെ പോണത്. നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് വരുന്നത് ഗ്ലൂട്ട് കിക്ക് ബാക്കാണ്. മൂന്നാമത്തെ വർക്കൗട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് നമ്മൾ ജസ്റ്റ് നിൽക്കുക, അത് കഴിഞ്ഞിട്ട് കിക്ക് ബാക്ക് ചെയ്യുക. നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ താഴത്ത് കൈയും നമ്മുടെ ഹിപ്സിൻ്റെ നേരെ താഴത്ത് നമ്മുടെ കാലുകളും വന്നാൽ മതി. കിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്ത് ഔട്ടും തിരിച്ച് നമ്മൾ കാല് താഴത്തോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ് ചെയ്യാൻ. നമ്മുടെ ഗ്ലൂട്ട്സിന് വേണ്ടി ചെയ്യണ വർക്കൗട്ടുകളാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ വർക്കൗട്ടിൻ്റെ മെജോറിറ്റി നമ്മൾ ചെയ്യണത് ലോവർ ബോഡിക്കും പിന്നെ ആപ്സിനുമായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അടുത്ത വർക്കൗട്ട് നമ്മുടെ കേഡ്സി ലഞ്ചാണ്. നമ്മൾ രണ്ട് ലെഗ് ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യണം. അത് റൈറ്റ് ലെഗ് ആദ്യം, പിന്നെ ലെഫ്റ്റ് ലെഗ്. ലഞ്ചസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ടും തിരിച്ച് നമ്മൾ മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വർക്കൗട്ട് വരുന്നത് പൾസ് സ്ക്വാട്ട്സ് ആണ്. അതായത് പൾസ് സ്ക്വാട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്വാട്ട് ചെയ്യും. സ്ക്വാട്ട് പൊസിഷനിലോട്ട് വന്നിട്ട് 2 പ്രാവശ്യം സ്ക്വാട്ട് ചെയ്തിട്ട് നമ്മൾ എണീക്കുള്ളൂ. 1 2 അപ്പ്, 1 2 അപ്പ്.
ബാക്കി ബ്രീത്തിങ്ങൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. താഴത്തോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ടും മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഇന്നും. നമ്മൾ സ്കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലെഗ്സ് നമ്മുടെ ഈ ടോ വിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ആദ്യമൊക്കെ ചിലപ്പോൾ മുമ്പോട്ട് പോകും നമ്മൾ ബിഗിനറൊക്കെ ആണെങ്കിൽ. പിന്നീട് അത് ശരിയായി വന്നോളൂ. അപ്പോൾ അടുത്ത നമ്മുടെ വർക്കൗട്ട് തന്നെ ഫയർ ഹൈഡ്രൻ്റാണ്. അതും നമ്മുടെ ആബ്സ് ലോവർ ബോഡിക്കും കൂടി കിട്ടുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഓരോ ലെഗ് വെച്ച് നമ്മൾ ചെയ്യണം. ആദ്യം റൈറ്റ്, പിന്നെ ലെഫ്റ്റ്. ഫയർ ഹൈഡ്രൻറ്റും നേരത്തെ നമ്മൾ പറഞ്ഞ തൊട്ട് ഷോൾഡറിൻ്റെ നേരെ താഴത്ത് കൈയും നമ്മുടെ ഹിപ്സിൻ്റെ താഴത്തായിട്ടാണ് കാലും തന്നെ. നമ്മൾ കാല് മേലോട്ട് നോക്കുമ്പോൾ ബ്രീത്ത് ഔട്ടും താഴത്തോട്ട് കൊണ്ടുവരുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ്. അടുത്ത വന്നത് ആപ്പ് ക്രഞ്ചസ് ആണ് വന്നത്. അപ്പോൾ ആപ്പ് ക്രഞ്ചസ് നിലത്ത് കിടന്നിട്ട് ചെയ്യണ വർക്കൗട്ടാണ്. നമ്മൾ ജസ്റ്റ് കിടക്കുക, കാല് ഇവിടെ വെക്കുക, അത് കഴിഞ്ഞിട്ട് ക്രഞ്ച് ചെയ്യുക. നമ്മൾ ഫുള്ളി മേലോട്ട് എണിച്ച് വരേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ അപ്പർ ബോഡി ജസ്റ്റ് ഒന്ന് പൊക്കുക, താഴത്തോട്ട് വരിക. നമ്മൾ ഈ പൊങ്ങുമ്പോൾ നമ്മുടെ ബ്രീത്ത് ഔട്ടും താഴത്തോട്ട് വരുമ്പോൾ ബ്രീത്തിൻ്റെ ആണ്. ഫുൾ ക്രഞ്ച് പോലെ ഇങ്ങനെ ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഗ്ലൂട്ട് ബ്രിഡ്ജാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. അപ്പോൾ ജസ്റ്റ് കിടക്കുക, നമ്മുടെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, നമ്മുടെ ബോഡി ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക. ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ടും തിരിച്ച് ചെയ്യുമ്പോൾ ബ്രീത്തിൻ്റെ ആണ്. ഗ്ലൂട്ട്സ് നമ്മൾ അപ്പർ വരുമ്പോൾ ടൈറ്റ് ചെയ്യുക. നമ്മുടെ നെക്ക് നമ്മുടെ നെഞ്ചത്തോട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ ലുക്ക് നേരെ നമ്മുടെ നെഞ്ചിൽ തന്നെ രീതിയിൽ നമ്മൾ വെച്ചത്. അടുത്ത നമ്മുടെ വർക്കൗട്ട് ബൈസൈക്കിൾ ക്രഞ്ചസ് ആണ്. അപ്പോൾ ക്രഞ്ചസിൻ്റെ അതേ ലൈൻ പൊസിഷനിൽ കിടന്നിട്ട് നമ്മൾ കൈ നേരെ നമ്മുടെ ഹെഡിൻ്റെ ബാക്കിൽ വെക്കുക. ജസ്റ്റ് ക്രഞ്ച് ചെയ്യുക. ഓപ്പോസിറ്റ് ലെഗിൽ നമ്മുടെ നീസ് നമ്മുടെ ടച്ച് ചെയ്യും. നമ്മുടെ അടുത്ത വർക്കൗട്ട് തന്നെ ഇൻ ആൻഡ് ഔട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ തന്നെ ഇരുന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇൻ ഔട്ട്, നമ്മൾ കാല് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ബ്രീത്ത് ഔട്ടും തിരിച്ചു പോകുമ്പോൾ ബ്രീത്ത് ഇന്നും ആണ്.
കാല് ഇതുപോലെ ഹോൾഡ് ചെയ്ത് ജസ്റ്റ് നേരെ തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അതല്ല നമുക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാല് ജസ്റ്റ് ഫ്ലോറിൽ വെക്കുക, അതിൻ്റെ പിന്നെ പോവാം. അടുത്ത വർക്കൗട്ട് വരുന്നത് സിസർ കട്ടാണ്. സിസർ കട്ടും നമ്മൾ ലൈൻ പൊസിഷനിൽ നമ്മുടെ ആപ്സിന് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ടാണ് സിസർ കട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ കിടക്കാൻ പോലെ ലൈൻ പൊസിഷനിൽ കിടന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. കിടന്നാൽ ചെയ്യാൻ പറ്റണമെങ്കിൽ കിടന്ന് ചെയ്യാം. അതല്ല നമുക്ക് അല്ലാണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നേരെ കിടന്ന് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കുത്തിയിട്ട് ചെയ്യാം. നമുക്ക് നടുവിന് ചെറിയൊരു പെയിൻ വരാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ നേരം, എന്നിട്ട് ഇതേ ഓരോ കാലം വെച്ച് നമുക്ക് ഇങ്ങനെ കിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതല്ല കണ്ടിന്യൂസ് നമുക്കിത് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ചെയ്ത് പോകാം. സ്റ്റാൻഡിങ് ലെഗ് റൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ജസ്റ്റ് നമ്മൾ ടോ വെച്ച് ടച്ച് ചെയ്യണതാണ്. കാല് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ടും താഴത്തോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞേക്കാണ്. നമ്മളൊരു ടോട്ടലൊരു 12 വർക്കൗട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാം നമ്മൾ മെജോറിറ്റി ഇതിൻ്റെ അകത്ത് ചെയ്തത് കൂടുതലും ഇൻക്ലൂഡ് ചെയ്ത വർക്കൗട്ടുകളൊക്കെ നമ്മുടെ ലോവർ ബോഡിയും പിന്നെ നമ്മുടെ ആപ്സിനുള്ള വർക്കൗട്ടുകളാണ്. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും വർക്കൗട്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ മാക്സിമം അത് ചെയ്യാൻ നോക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഇങ്ങനത്തെ വീഡിയോസ്, അതായത് ഹെൽത്തിൻ്റെ വർക്കൗട്ട് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഹെൽത്തിൻ്റെയൊക്കെ ബെനിഫിറ്റ് കിട്ടട്ടെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്.